ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഗറിന് തന്റെ എല്ലാമായ കുടുംബത്തിന്റെ സന്തോഷം തിരിച്ചു കൊണ്ടുവന്നേ മതിയാകുമായിരുന്നുള്ളൂ കേട്ടോ. അതിനായി എന്ത് വിഡ്ഢിവേഷം കെട്ടാൻ വേണമെങ്കിലും അയാൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൊപ്പം കുടിക്കുന്ന വേഷം കെട്ടാൻ അയാൾ തയ്യാറായത്. ഇതെങ്ങാനും പതുങ്ങിയിരിക്കുന്ന ശത്രു അറിഞ്ഞാൽ അവരും സന്തോഷിക്കട്ടെ എന്നുള്ള ഉദ്ദേശവും കൂടി അയാൾക്കുണ്ട് കേട്ടോ. കുടുംബം ഛിന്ന ഭിന്നമായി പോയിന്നും മകനൊപ്പം അച്ഛനും ദേ കുടിയൊക്കെ തുടങ്ങിയെന്നും ഇനി കുടുംബത്തിനകത്ത് നുഴഞ്ഞു കയറി കുടുംബത്തിനെ താറുമാറാക്കാൻ ശത്രു ശ്രമിക്കും. അപ്പോൾ ആ ശത്രുവിനെ കൈയോടെ പിടിക്കാമെന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മാനസിയുടെ ഭാഗ്യത്തിന് അവളെ ഒരിക്കൽ പോലും അവർ സംശയിക്കുന്നു ഇല്ലാട്ടോ. ബലരാമനാണെങ്കിൽ കൃഷ്ണനോട് ദേഷ്യത്തിന്റെ ഒരു കണിക പോലും തോന്നുന്നില്ല മനസ്സിൽ. അതൊക്കെ തന്റെ അനിയന്റെ കുട്ടികളെ മാത്രമായിട്ട് തന്നെ അയാൾ കാണുന്നുള്ളൂ. ഇക്കാര്യങ്ങൾ, അതായത് കൃഷ് അവരുടെ മകനല്ല എന്നുള്ള സത്യം ആന്റിയമ്മ അറിഞ്ഞാലാകും ട്ടോ കളി മാറുന്നത്. ആന്റിയമ്മ അറിഞ്ഞാൽ അക്കാര്യം തീർച്ചയായും മാനസ അറിയും. അപ്പോഴായിരിക്കും കൃഷി ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിക്കാനും അവഗണന അനുഭവിക്കാനും പോകുന്നത്. ആന്റിയമ്മ മിക്കവാറും സുജാതയെ ബ്രെയിൻ വാഷ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സുജാത കൃഷ്ണയെ അവഗണിക്കാനാണ് സാധ്യത. താൻ നിരപരാധിയാണെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കുറ്റം ചെയ്ത ആളെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്നും എന്റെ അനിയന് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ എന്നാലേ മാറുള്ളൂ എന്നും ദേവജിക്ക് മുന്നിൽ ബലരാമൻ മനസ്സ് തുറക്കുന്നുണ്ട്. ദേവജി അക്കാര്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കാമെന്നും ബലരാമനും അതിനൊപ്പം വേണമെന്നും പറയാണ്. ബലരാമനെ കണ്ടുമുട്ടിയിട്ട് കുറച്ചേ ആയുള്ളൂ എങ്കിലും അയാളെ ദേവജി നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മാനസയുടെ കളികൾ തുടരുന്നുണ്ട്. ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ കളി അവസാനിക്കാറായി. സാക്ഷാൽ സൂപ്പർ കൺമണി തന്നെ എല്ലാ ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. സാക്ഷാൽ വിഘ്നേശ്വരൻ തന്നെ പ്രത്യക്ഷ ദൈവമായി അവളുടെ കൂടെ ഉള്ളപ്പോൾ അവൾ വിജയിക്കാതെ എവിടെ പോകാനാണ്? അങ്ങനെ അവളെയും മഹിയെയും വിളിച്ചു വരുത്തി ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് മാനസയുടെ പേരാണെന്നും അങ്ങനെ ഒരാളെ മാത്രമേ നമുക്ക് സംശയിക്കാനും ചൂണ്ടിക്കാണിക്കാനും പറ്റൂന്നും പറയുന്നുണ്ട് ദേവജി. ബലരാമൻ ദേവജി ആ നമുക്കിട്ട് പാരവയ്ക്കുന്ന ആൾക്ക് എന്തോ ഉദ്ദേശമുണ്ടെന്നും അയാളുടെ യഥാർത്ഥ പർപ്പസ് എന്താണെന്ന് അറിയണമെന്നും പറയുന്നുണ്ട്. പിന്നീട് സാഗർ കൃഷ്ണന്റെ അടുത്ത് വന്ന് കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനും മകനും കുടിക്കുമ്പോൾ ഒരു രസം കിട്ടാനെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനെന്നെ കളിയാക്കണമെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കൃഷ്. വീണ്ടും എന്തും പറയാനൊരുങ്ങുമ്പോൾ ഒന്ന് പോ സാഗർ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കൃഷ്. വീണ്ടും മാനസ സോഫി എന്ന് പറഞ്ഞ സ്റ്റാഫിന്റെ അടുത്തെത്തി വീണ്ടും ഒരു തട്ടിപ്പ് നടത്താൻ നിർദ്ദേശിക്കുന്നുണ്ട്. സോഫി പറ്റില്ല എന്നോ മറ്റോ പറഞ്ഞപ്പോൾ എന്തോ ഓഫർ ചെയ്ത് സോഫി പറഞ്ഞതുപോലെ ചെയ്തേക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഗൂഢമായൊരു ചിരിയോടെ പോകുന്നുമുണ്ട്. ദേവജിയുടെ വാക്കുകൾ കേട്ട കൺമണിയും അതീവ ജാഗ്രതയോടെ നിൽക്കുന്നുണ്ട്.